നാദാപുരവും മാറും. 40 വർഷങ്ങൾക്ക് ശേഷം ഭരണം തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനവുമായിട്ടാണ് LDF സാരഥികൾ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്. നാദാപുരം ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന നിഷ മനോജ് കല്ലാച്ചി ടൗണിന്റെ വികസന സ്വപ്നങ്ങൾ നമ്മോട് പങ്കുവെക്കുകയാണ്. കല്ലാച്ചി ടൗണുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ 4 വർഷം അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കല്ലാച്ചി ടൗണിൽ വന്നപ്പോൾ നമ്മൾ കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമയം തന്നെ പൊതുമരാമത്ത് ഫണ്ട് വെച്ചിട്ട് 3 കോടി രൂപ കല്ലാച്ചി ടൗണ് നവീകരണം അതുപോലെ തന്നെ സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെ 3 കോടി രൂപ പാസ്സാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 4 വർഷമായി ഈ വർക്ക് ഇഴഞ്ഞു നീങ്ങുകയാണ്. അതായത് UNCC ആണ് വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. പല തവണ ബഹുമാനപ്പെട്ട MLA സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേർന്നിട്ടും ഒരുപാട് മീറ്റിങ്ങുകൾ ചേർന്നിട്ടും പോലും നമ്മുടെ ഈ വർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നതിന് ശേഷമാണ് വളയം ടൗണിന് 2 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇന്ന് വളയം ടൗണ് മോടി കൂട്ടുകയും സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെ ടൗണ് നവീകരണം നടത്തി ഉദ്ഘാടനം അടക്കം ചെയ്തിട്ടുണ്ട്. അതിന് 4 വർഷം മുന്നെയാണ് നമുക്ക് കല്ലാച്ചി ടൗണിൽ 4 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കാരണം തന്നെ ഈ ഫണ്ട് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല. മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും വലിയ വീഴ്ച വരുത്തിയ പഞ്ചായത്തുകളിലൊന്നാണ് നാദാപുരം ഗ്രാമപഞ്ചായത്ത്. നഗര സ്വഭാവമുള്ള നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിൽ വരുത്തിയ വീഴ്ച ഗുരുതരമായ പ്രശ്നങ്ങൾക്കാണ് ഇടയായത്. ഇതേക്കുറിച്ച് പഞ്ചായത്ത് അംഗം എന്താണ് പറഞ്ഞത്? മാലിന്യ പരിപാലന രംഗത്ത് നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഏറ്റവും മോശമായ സമീപനമാണ് ഇതുവരെ കാണിച്ചിട്ടുള്ളത്. ബാക്കി മുഴുവൻ പഞ്ചായത്ത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഹരിത കേരള മിഷൻ പ്രകാരം മാലിന്യ സംസ്കരണത്തിലാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ നാദാപുരം പഞ്ചായത്തിൽ ഇന്നും കൃത്യമായ ഒരു സംവിധാനങ്ങൾ മാലിന്യ പരിപാലനത്തിന് ഇല്ല. അത് മാലിന്യം സംസ്കരിക്കാനുള്ള ഉറവിട കേന്ദ്രങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇത് നിലവിൽ ഉള്ള 42 ഹരിതകർമ്മസേന അംഗങ്ങളുടെ ഉപജീവന മാർഗമാണ് ഇത് കാരണം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. വീടാന്തരം കയറി മാലിന്യം ശേഖരിച്ച് കൊണ്ടുവന്നാൽ അത് കൃത്യമായി സംസ്കരിക്കാനുള്ള ഒരു ഉറവിടം ഇല്ലാത്തത് കാരണം തുച്ഛമായ വരുമാനത്തിലാണ് ഈ അംഗങ്ങൾ ഈ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് കാണാം കല്ലാച്ചി ടൗണിൽ ശൗചാലയം സ്ഥിതി ചെയ്യുന്നത് കോർട്ട് റോഡ് പരിസരത്താണ്. ശൗചാലയം നമ്മൾ ഇന്ന് നോക്കിയാൽ ശൗചാലയം കാണാനില്ല. കാരണം ഇത്രയും 22 വാർഡിലെ മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ ശൗചാലയം സ്ഥിതി ചെയ്യുന്നത്. അവിടെ അതിൻ്റെ നടത്തിപ്പുകാരിയായിട്ടുള്ള ഒരു മിനിയമ്മ എന്ന് പറയുന്ന ഒരാളാണുള്ളത്. ഇവർ പലപ്പോഴും പറയാറുണ്ട്, മെമ്പറെ പാമ്പ് വന്നിട്ട് എന്നെ വിഴുങ്ങിയാൽ ആരും അറിയില്ല. അത്രത്തോളം മാലിന്യ കൂമ്പാരമാണ് നമ്മുടെ ശൗചാലയത്തിന് ചുറ്റും കുന്നുകൂടിയിട്ടുള്ളത്. ഇത് കൃത്യമായ ഒരു MCF ഇല്ലാത്തതാണ് ഇതിന് കാരണം. അതിന് പഞ്ചായത്ത് ഇതുവരെ ഒരു നിലപാട് എടുത്തിട്ടുമില്ല. അതുപോലെ തന്നെ 22 വാർഡിലും മിനി MCF എന്ന് പറയുന്ന ഒരു ചെറിയ സംവിധാനമുണ്ട്. പക്ഷേങ്കിൽ അത് നമ്മുടെ പഞ്ചായത്തിലുള്ള മിനി MCF എന്ന് പറയുന്നത് പട്ടിക്കൂടിന് തുല്യമാണ്. അത്രയും ഒരു കൃത്യമായ ഒരു മുൻവിധി ഇല്ലാണ്ടാണ് നമ്മുടെ ഈ മിനി MCFകൾ പല വാർഡിലും സ്ഥാപിച്ചിട്ടുള്ളത്. അതിപ്പോൾ പല വാർഡിലുള്ളതും തുരുമ്പ് എടുത്ത് ഇല്ലാണ്ടായിട്ടുണ്ട്. ചിലത് കാട് മൂടിക്കടന്നിട്ടുള്ള ഒരവസ്ഥയിലാണുള്ളത്. അത് നിങ്ങൾക്കെല്ലാം കാണാം പല വാർഡിലും പോയാൽ. പാവങ്ങളുടെ അത്താണിയായ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിലും നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വീഴ്ച വരുത്തിയതായി ആരോപണമുണ്ട്. നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നോക്കുകയാണെങ്കിൽ 17 കോടി 7 ലക്ഷം രൂപ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഫണ്ട് ലാസായ ഇതാണ് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഇത് അനുഭവിക്കുന്നത് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് ഈ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ അസറ്റ് ഈ 5 വർഷത്തിനിടയിൽ ഏറ്റവും ചുരുക്കം ഇൻഡിവിജ്വൽ അസറ്റ് അത്രയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കിൽഡ് അൺസ്കിൽഡ് വർക്കുകൾ അത് പോലും
മുൻ ടേമിലുള്ള ഭരണസമിതിയേക്കാളും എത്രയോ കുറവാണ് ഈ ഒരു ഭരണസമിതിയിൽ പിന്നെ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 17,07,00,000 രൂപ ഇന്ന് പിന്നെ ഈ ഭരണസമിതിയിൽ ഫണ്ട് ലാപ്സായിട്ടുള്ളത്. ഇത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനം കൂടിയാണ് നഷ്ടപ്പെട്ടത്. അവരുടെ ആനുകൂല്യം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടിട്ടുള്ളത്.